ചർച്ച കേട്ടാൽ തോന്നുക, CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന കേട്ടാൽ തോന്നും സന്ദീപ് വാര്യർ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതാണ്, അതിലുള്ള അസ്വസ്ഥത മൂലമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും. എനിക്ക് തർക്കമില്ല. കാരണം BJP-യും CPM-ഉം തമ്മിൽ ഇപ്പോൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് തർക്കമില്ല എനിക്ക്. കാരണം ഇപ്പോൾ BJP-യുടെ പ്രതിനിധിക്ക് ഉണ്ടായതിനേക്കാൾ വലിയ കുണ്ഠിതമാണല്ലോ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ CPM-ന്റെ പ്രതിനിധിക്ക് ഉണ്ടാകുന്നത്. ഈ ചർച്ചയിൽ ഉടനീളം കേട്ട് നോക്കൂ. BJP പ്രതിനിധി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതിനേക്കാൾ എത്ര 10 മടങ്ങ് കടത്തി പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നതിന് CPM സഹിക്കുന്നില്ല. CPM എന്ന പ്രസ്ഥാനവും ഇടതുപക്ഷവും സർക്കാരും സഹിക്കുന്നില്ല. എന്താ ഇത് കൊടുക്കുന്ന സന്ദേശം? എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? അപ്പോൾ BJP-യിൽ നിന്ന് ഒരാൾ പോലും കോൺഗ്രസിലേക്ക് വരാൻ പാടില്ല. BJP ശിഥിലമാകുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. ആരംഗീകരിക്കുന്നില്ല? CPM അനുകൂലിക്കുന്നില്ല, CPM അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും സന്ദീപ് വാര്യർക്ക് എന്ന് BJP വിചാരിക്കുന്നില്ല. സന്തോഷത്തോടെ തരുന്നു മാൻഡ്രാക്ക് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അല്ല അതായിക്കോട്ടെ, BJP-യുടെ വാദം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് CPM-നെ കുറിച്ചാണ്. CPM-ന് എന്തിനാണ് ഇത്ര വേവലാതി? CPM എന്തിനാണ് ഇത്ര വിറവിളി കൂടുന്നത്? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നതിൽ എന്താ അവരുടെ പ്രശ്നം അടിസ്ഥാനപരമായി? അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നെങ്കിൽ എല്ലാം ശരിയായിരുന്നു കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളാരുമല്ലോ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വളരെ മാന്യനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായ AK ബാലനും അതുപോലെ തന്നെ MB രാജേഷും അതുപോലെ MV ഗോവിന്ദനും ഒക്കെയാണ്. അവിടെ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? എന്താ അവരുടെ അഭിപ്രായം? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഭിപ്രായം മാറിയത്? അവിടെയാണ് പ്രശ്നം. ഇവിടെ രാഷ്ട്രീയ പാപ്പരത്വം. ഞാൻ അതിലേക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ മറ്റു 1-2 കാര്യങ്ങൾ കൂടി. ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു നിങ്ങൾക്കിവിടെ ജയിക്കാൻ കഴിയില്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ഇവിടെ മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് സംഭരിക്കാൻ കഴിയാത്ത വോട്ടൊന്നും ഇപ്പോൾ ഇവിടുത്തെ C കൃഷ്ണകുമാറിന് സംഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തർക്കവും വേണ്ട. ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ അടിസ്ഥാനപരമായ വികസനം ഉണ്ടായിട്ടില്ലെന്ന BJP-യുടെ പ്രതിനിധി പറയുന്നത്. ഒറ്റ ചോദ്യം, തുടർച്ചയായി 3 തവണ ഷാഫി പറമ്പിൽ ജയിക്കുന്നത് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? തുടർച്ചയായി 2ാം തവണ ഇവിടെ നിന്നും VK ശ്രീകണ്ഠൻ MB ആയി ജയിച്ചത് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? പാലക്കാട് ജനങ്ങളെ വെല്ലുവിളിക്കരുത്, അവരെ അപമാനിക്കരുത്. അവർ വികസനത്തിന് നൽകിയ വോട്ട് കൂടിയാണിത്. കഴിഞ്ഞ കാലങ്ങളായി UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ A ക്ലാസ് കാറ്റഗറിയിലേക്ക് പാലക്കാട് അസംബ്ലി സെഗ്മെന്റ് എത്തിയതും ഞങ്ങൾ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമേ എനിക്ക് BJP പ്രതിയോട് പറയാനുള്ളൂ. കാരണം BJP പ്രതിനിധി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണോ LDF-ന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിനാണല്ലോ മറുപടി പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കള്ളവോട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുക. ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്ന് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്തതിനെ കുറിച്ച് പറയുക. ഞാൻ ചരിത്ര പ്രസംഗത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഞാനത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരായ ഈ മാതൃഭൂമിയുടെ വ്യൂവേഴ്സിന് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. കള്ളവോട്ട് ആരാണ് ചെയ്യുന്നതെന്നും ആരാണ് ചെയ്യിക്കുന്നതും എത്രയാണ് ചെയ്തിട്ടുള്ളതും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇപ്പോഴും ഏറ്റവും അവസാനം ചേവായൂരിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള സംഭവഗതികൾ നമുക്കറിയാം. പിന്നെ പറയുന്നു ഞങ്ങൾ എല്ലാ ചട്ടവും പാലിച്ചുകൊണ്ടാണ്, സാങ്കേതികത്വ പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചോളാം. നിങ്ങൾ ചട്ടം പാലിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പുറത്തുവിടൂന്നേ. നിങ്ങൾ നൽകിയിട്ടുള്ള, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പെർമിഷൻ പുറത്തുവിടൂ. ഒരു തർക്കവുമില്ലല്ലോ. ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഞങ്ങൾ ഇന്ന് സിറാജിലും അതുപോലെ തന്നെ സുപ്രഭാതത്തിലും കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീരുമല്ലോ പ്രശ്നം. നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ? ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പെർമിഷൻ വേണ്ടേ? പെർമിഷൻ ഇല്ലാതെ നിങ്ങളെങ്ങനെ പരസ്യം കൊടുത്തു? എങ്ങനെ ആ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു? അതേക്കുറിച്ചാണ് ഞങ്ങളുടെ സംശയം. ഇത് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി വർഗീയ ചേരിതിരിവുണ്ടാക്കി ഈ പാലക്കാട്ടെ ജനങ്ങളെ ചേരിതിരിവുണ്ടാക്കി ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടാണ്. ആ കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ദേശാഭിമാനി കൊടുക്കാത്തതന്നെ? നിങ്ങൾ 4 പത്രത്തിൽ കൊടുത്തു പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ മാതൃഭൂമി വന്നിരുന്നു പല കണ്ടന്റുകളും. പക്ഷേ അതിലൊന്നും ഈ കണ്ടന്റ് ഒന്നുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും അതിനകത്തൊക്കെ പറഞ്ഞിരുന്ന കണ്ടന്റ് വേറെയാണ്. അതിലൊക്കെ വ്യത്യസ്തമായി വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് സുപ്രഭാതത്തിലും സിറാജിലും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ കുടില ബുദ്ധി, നിങ്ങളുടെ വക്രബുദ്ധി, നിങ്ങളുടെ വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ ബുദ്ധി അത് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സന്ദീപ് വാര്യരെ സ്ഥലം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒസ്യത്ത് നടപ്പാക്കുന്നതിൽ എന്താ തെറ്റ്? അതിനപ്പുറത്തേക്ക് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കുന്നു സന്ദീപ് വാര്യർ RSSനെ തള്ളി പറഞ്ഞു എന്ന്. സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്രസമ്മേളനത്തിൽ തന്നെ RSS ആശയങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി P സരിൻ, ആ സരിൻ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും വാതോരാതെ അറിഞ്ഞും പുറഞ്ഞും ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അതൊന്ന് ഡിലീറ്റ് ചെയ്യിക്കാൻ, അത് തെറ്റായി പോയി എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി P സരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ മുഖ്യമന്ത്രി വന്നിരുന്നല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാമാണ്? അതൊക്കെ കേട്ടിട്ട് ഒരു ഉളിപ്പുമില്ലാതെ
ഒരു ഉളിപ്പുമില്ലാതെ മുഖ്യമന്ത്രി വന്നു നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുന്നിൽ മൈക്കിലൂടെ ആരെങ്കിലും ഒന്ന് കൂടുതൽ സംസാരിച്ചാൽ, അദ്ദേഹത്തിനോട് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ചാടിക്കടിക്കാൻ വരുമല്ലോ. അദ്ദേഹത്തിനെതിരെ ഇത്രയും മോശമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുള്ള ഒരു നേതാവില്ല. ആ നേതാവിന് വേണ്ടി അദ്ദേഹം പരസ്യമായി പാലക്കാട് 2 ദിവസം വന്ന് 8 മീറ്റിംഗിൽ പങ്കെടുത്തു, 6 മീറ്റിംഗിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഇതൊന്നും തിരുത്തിക്കാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊന്നും തിരുത്തിക്കാൻ കഴിഞ്ഞോ? എന്നിട്ടാ വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന സന്ദീപ് വാര്യരെ കുറിച്ച്. സന്ദീപ് വാര്യർ BJP-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി കോൺഗ്രസ് ആശയങ്ങളോട് യോജിച്ചുകൊണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാത്രം വന്ന പി സരിൻ, ആ പി സരിന് വേണ്ടി തോളത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ ഈ ആർഷോയെ പോലുള്ള ഡിവൈഎഫ്ഐക്കാരുടെ വിധി, SFIക്കാരുടെ വിധി നിങ്ങളെ ഓർത്ത് എനിക്ക് ഈ സിറാജിലും സുപ്രഭാതത്തിലും വന്നിട്ടുള്ള കണ്ടന്റ് എന്തുകൊണ്ടാണ് ദേശാഭിമാനിയിൽ കൊടുക്കാതിരുന്നത്? ദേശാഭിമാനി പത്രത്തിലെങ്കിലും അതൊന്ന് കൊടുക്കേണ്ടിയിരുന്നില്ലേ? ബാക്കി പത്രങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം ആ കണ്ടന്റ് കൊടുക്കുകയും, നോക്കൂ, നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോകാം. ഇവിടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം BJP-യുമായി പിണങ്ങി പിരിഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നു. അതിന് മുമ്പൊരു 10-15 ദിവസത്തെ കാലയളവ് ഉണ്ടല്ലോ. ആ കാലയളവിൽ അദ്ദേഹം CPM-ലേക്ക് ചേരും എന്ന വാർത്തകൾ വന്നു. അത്തരത്തിൽ വാർത്തകൾ ഗെയർ ചെയ്തപ്പോൾ തന്നെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പരിപൂർണമായും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായ ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ CPM-ൽ ചേരാതെ മറിച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹം ഇപ്പോഴും വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ. തങ്ങളോടൊപ്പം നിന്നാൽ ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസി, തങ്ങളെ എതിർത്ത് നിന്നാൽ ഏറ്റവും വലിയ വർഗീയവാദി. ഈ അഭ്യാസവും ഈ അടവും ഒക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മാത്രം അദ്ദേഹം വലിയ വർഗീയവാദിയാകുന്നു. അദ്ദേഹം CPM-ലേക്ക് ചേരുമെന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും AK ബാലനും അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള മന്ത്രിയായ MB രാജേഷും ഒക്കെ അദ്ദേഹത്തെ എന്തുമാത്രം പുകഴ്ത്തി പറഞ്ഞതാണ്. അദ്ദേഹം വന്നാൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ആ ഭാഗത്തേക്ക് ചെല്ലാതെ വന്നപ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹത്തോട് നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പറ്റാത്തതുകൊണ്ടാണ്. എന്ത് വിവരക്കേടും എന്ത് പച്ചക്കള്ളവുമാണ് ഈ സമൂഹത്തോട് പറഞ്ഞേൽപ്പിക്കുന്നത്? അതിനപ്പുറത്തേക്ക് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. അദ്ദേഹം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം സജീവമായി നിൽക്കുന്നു. ഒരു RSSന്റെ അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടായിരുന്ന അല്ലെങ്കിൽ വർഗീയമായി ചിന്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അത് ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് BJP-കാരനല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് വാശി പിടിക്കുന്നത്. സന്ദീപ് വാര്യർ ഒരു കാരണവശാലും കോൺഗ്രസിൽ ചേരാൻ പാടില്ല, അദ്ദേഹം BJP-യുടെ ഭാഗമായി തന്നെ തുടരണം എന്ന് വാശി പിടിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി എന്താ ലക്ഷ്യമിടുന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്താ ലക്ഷ്യമിടുന്നത്? അപ്പോൾ നിങ്ങൾ BJP-യെ സഹായിക്കാനാണ് നിൽക്കുന്നത് എന്ന ഞങ്ങളുടെ വാദഗതി 100% ശരിവെക്കുന്നതല്ലേ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും തീരുമാനം? ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 പത്രങ്ങളിൽ പരസ്യം വന്നിരിക്കുന്നു. ശരിയാണ്, അവർ മാതൃഭൂമിയിൽ സപ്ലിമെന്റ് കൊടുത്തിട്ടുണ്ട്, പല പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ആ പത്രങ്ങളിൽ ഒന്നുമില്ലാത്ത കണ്ടന്റ് ഈ 2 പർട്ടിക്കുലറായിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജിലും മാത്രമായി വരുന്നു. എങ്ങനെയാണ് നമ്മളൊരു പത്രപരസ്യം കൊടുക്കുന്നത്? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്രപരസ്യം നൽകേണ്ടത്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ അവരുടെ അറിവോടുകൂടി അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ നമുക്ക് പരസ്യം കൊടുക്കാൻ കഴിയൂ. ഞങ്ങളും പത്രത്തിൽ പരസ്യം കൊടുത്തവരാണ്. ഞങ്ങൾ അങ്ങനെ അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴി നോക്കിക്കോളാം എന്നുള്ളത് ഈ പറയുന്ന വിവരക്കേടൊന്നും താങ്കളെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഏറ്റുപിടിക്കാതിരിക്കൂ. ഞാനും ഇതുപോലെ തന്നെ ഇതേ പാലക്കാട് തന്നെ ഞങ്ങളുടെ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട അനുമതിക്ക് അപേക്ഷിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരാളാണ്. എനിക്ക് നേരിട്ട് നല്ല ബോധ്യമുള്ളതാണ്. അനുമതി കയ്യിൽ കിട്ടി അത് പത്രമാധ്യമങ്ങൾക്ക് നമ്മൾ പരസ്യത്തിൻ്റെ കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ഇലക്ഷൻ കമ്മീഷന്റെ പെർമിഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലുണ്ട്. ആ കമ്മിറ്റിയിൽ നമ്മൾ കൃത്യമായി നമ്മുടെ കണ്ടന്റ് ഉൾപ്പെടെ കൊടുക്കുകയും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ കൊടുത്ത കണ്ടന്റ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പാർട്ടിയുടേത് ഇവിടെ ഈ തേരുമായി ബന്ധപ്പെട്ട് അവരുടെ ആശംസയുമായി ബന്ധപ്പെട്ട ഒരു സപ്ലിമെന്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ രാത്രി പത്രത്തിൽ പ്രിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തന്നെ വെച്ചു. രാത്രി 9:30 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ അത് നിഷേധിച്ചതിൻ്റെ അതിന് അനുമതി നിഷേധിച്ചതിൻ്റെ പേരിൽ പിറ്റേന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു പത്രത്തിലും ഒരു പരസ്യവും കൊടുക്കാൻ കഴിയില്ല എന്നിരിക്കെ ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന പരസ്യം കൊടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നേരിട്ട് കൊള്ളാം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ ഉൾപ്പെടെ അടിച്ചു തകർത്താണ്. അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി അത് അടിച്ചു തകർത്തെങ്കിൽ ഇവിടെ ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി
എന്ത് വർഗീയമായ ചെരിതിരിവുണ്ടാക്കാനും പാർട്ടി ശ്രമിക്കും. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കൊരു ഘടകമേ അല്ല, ഈ രാജ്യത്തെ നിയമം ഞങ്ങൾക്കൊരു ഘടകമേ അല്ല എന്ന് തീരുമാനിക്കുന്ന CPM-ഉം ഇടതുപക്ഷത്തെ ഞാൻ കുറ്റപ്പെടുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മുഖ്യ കക്ഷിയായ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ പരസ്യം വരണം എന്നൊരു പാർട്ടി തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പരമാവധി ഉണ്ടാകാവുന്ന എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും അത് സഹിക്കാൻ അവർ തയ്യാറാണ്. അത് നോക്കിക്കോളാം എന്നാണല്ലോ പറയുന്നത്. അപ്പോ ഈ കണ്ടന്റ് പരപ്പിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അത് സാധൂകരിച്ചിരിക്കുന്നു. അതിൽ എന്താണ് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ, ഇതാണ് താങ്കൾ അത് ചോദിക്കരുത്. ഇതാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കൽ. ഈ രാജ്യത്തൊരു നിലവിലൊരു നിയമം ഉണ്ടായിരിക്കെ ആ നിയമം അനുസരിച്ച് മാത്രമേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കാവൂന്നിരിക്കെ, ആ നിയമം അനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കാവൂന്നിരിക്കെ, ആ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പരസ്യമായി മന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാക്കന്മാരും തീരുമാനിച്ച് പരസ്യ പ്രസ്താവന നടത്തിയാൽ പിന്നെ ഇവിടെ എന്ത് ജനാധിപത്യമാണെന്നേ? ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഇവിടെ രാജ്യത്തെ നിയമം ബാധകമല്ല, ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ബാധകമല്ല എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മാറിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കും. ഇവിടെ BJP-യേക്കാൾ RSS-നേക്കാൾ ഏറ്റവും വലിയ വർഗീയവാദികളാണ് CPM-ന്റെ നേതാക്കന്മാരെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്നത്തെ ഈ പത്രപരസ്യം. അത് സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും മാത്രം കൊടുക്കുന്നതിലൂടെ ആ കണ്ടന്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പത്രം കാണിക്കൂ. ആ കണ്ടന്റിന് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സാങ്ഷൻ ലഭിച്ചതിന്റെ ഒരു പേപ്പർ കാണിക്കൂ. ഇല്ല, നിങ്ങൾക്ക് നൽകാനാകില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല. പി സരിൻ കോൺഗ്രസിലേക്ക് വരാനിടയായ കോൺഗ്രസ് വിട്ടുപോയ സാഹചര്യവും അതുപോലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരാനിടയായ സാഹചര്യവും ഈ പാലക്കാട് ജനങ്ങൾ വിലയിരുത്തട്ടെ. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആശയം അടിസ്ഥാനത്തിൽപ്പെടുത്തി വരുന്ന ഒരാൾ, മറിച്ച് അപ്പുറത്തുനിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ രാത്രി മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അപ്പുറത്ത് പോയ ആൾ, ആ ആളിനെ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഇവിടെ പറയുന്ന SDP-യുമായിട്ടുള്ള ബാന്ധവത്തെക്കുറിച്ചാണ്. ഞങ്ങൾ UDF-കാർ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. UDF-ന്റെ പ്രകടന പത്രിക, UDF-ന്റെ ആശയങ്ങൾ, UDF-ന്റെ ആദർശങ്ങൾ മുൻനിർത്തി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യത്തെ വോട്ടവകാശമുള്ള ജനാധിപത്യ വിശ്വാസികൾ ആർക്കും വോട്ട് ചെയ്യാം. അത് ഈ പറയുന്ന ആർഷോയുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാം, അപ്പുറത്തേക്കുന്ന BJP-യുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാം. ഏത് ജനങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രിക, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അതിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് വോട്ട് ചെയ്യാം, ആരും വോട്ട് ചെയ്യണമെന്ന്